നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 475 475. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 10-ാം അധ്യായം ശ്ലോകം 17 മുതൽക്കാണ് പറയേണ്ടത്. കസ്ത്വം നിഗൂഢശ്ചരസിദ്ദുജാനാം ബിഭർഷി സൂത്രം കഥമോ അവധൂതഃ കസ്യാസി കുത്രത്യ ഇഹാവികസ്മാത് ക്ഷേമായ നശ്ചേതസി ന ഉദശുക്ലഃ. ബ്രാഹ്മണരുടെ ഇടയിൽ അങ്ങ് ആരാകുന്നു? ഒരു ചോദ്യമാണ്. ബ്രാഹ്മണനാണെന്നല്ലല്ലോ ചോദിച്ചത്. ബ്രാഹ്മണരുടെ ഇടയിൽ അങ്ങാരാകുന്നു? പരമഹംസനാണെന്നാണ് ഉത്തരം വേണ്ടത്, അല്ലേ? അപ്പോൾ ബ്രാഹ്മണരിൽ ബ്രാഹ്മണ്യമുള്ളവരും ബ്രാഹ്മണ്യമില്ലാത്തവരുണ്ട്. ബ്രാഹ്മണയോനിയിൽ ജനിച്ചതുകൊണ്ട് ബ്രാഹ്മണനായില്ല, പൂണുനൂല് ധരിച്ചതുകൊണ്ടും ആയില്ല. ഉപാസനയുണ്ടോ? എന്നായി. എന്താ ഉപാസന? 3 നേരം അല്ലെങ്കിൽ 2 നേരം അല്ലെങ്കിൽ 1 നേരം സന്ധ്യാവന്ദനം ചെയ്യുക, 108 ഗായത്രി ജപിക്കുക, ശാരീരിക മാനസിക ശൗചം ഉണ്ടാവുക. അത് വലിയൊരു കാര്യമാണ്, മനസ്സിലായില്ലേ? അല്ലാണ്ട് ജീവിത വൃത്തിക്ക് വേണ്ടി പൂജ ചെയ്തത് കൊണ്ട് ബ്രാഹ്മണനായില്ല. ഉപാസന, അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ അങ്ങ് ആരാകുന്നു? വളരെ ശ്രദ്ധിക്കണം. അസ്പഷ്ടനായിട്ട്, സ്പഷ്ടമല്ലാതെ കണ്ട് സഞ്ചരിക്കുന്നു. ഉപവീതം കാണാണ്ട്, അല്ല, ഉപവീതത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ശാശ്വതമായിട്ട് അങ്ങ് കരുതുന്നു. ഉപവീതം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഉപവീതത്തെ ശാശ്വതമായി കാണുന്നു. ഏതൊരു അവധൂതനാകുന്നു? എന്താ അവധൂതൻ എന്ന് പറഞ്ഞാൽ? എല്ലാം ബ്രഹ്മമയമായിട്ട് കരുതി ദിശാബോധം ഇല്ലാണ്ട് നടക്കാമെന്നാണ് പറയാം. ദിശാബോധമില്ല, എവിടേക്ക് എത്തുന്ന വെച്ചാൽ അവിടെ എത്തും, അതന്നെ ദിശ. അപ്പോൾ ആരുടെ പുത്രനാണ്? ഏത് ദേശത്തിലുള്ളവൻ? ഇവിടെ എന്തിനായിട്ട് വന്നിരിക്കുന്നു? ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഞങ്ങളുടെ ക്ഷേമത്തിനായ കൊണ്ടാണെങ്കിൽ അങ്ങ് വിഷ്ണു അല്ലയോ? അങ്ങ് വിഷ്ണു ആണോ എന്നാണ് ചോദിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കണം, എക്സ്പെക്റ്റേഷൻ ഒരു രാജാവ്, ചക്രവർത്തി എന്നുള്ള നിലയ്ക്ക്, 2 ദേശങ്ങളുടെ രാജാവ് എന്നുള്ള നിലയ്ക്ക് ബ്രാഹ്മണനിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഷ്ണു ആണോ? പ്രജകളെ പാലിക്കാനുള്ള വ്യക്തി, സർവജ്ഞനും സർവവ്യാപിത്വമാണ് വിഷ്ണുവിൻ്റെ അർത്ഥം. ഇതാണ് ബ്രഹ്മമായി തീർന്നു എന്ന് പറയാനുള്ള കാരണം. ഇത് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ബ്രഹ്മമായി തീരലാണ്, മരിച്ചതിൻ്റെ ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ. അതുകൊണ്ട് പറയണു, ഗൂഢവേഷനായി സഞ്ചരിക്കുന്ന അങ്ങ് ബ്രാഹ്മണരുടെ മധ്യത്തിൽ ആരാകുന്നു? പൂണുനൂൽ കാണുന്നതിനാൽ ബ്രാഹ്മണനാണെന്ന് ധരിച്ചു. ദത്താത്രേയാദികളായ അവധൂതന്മാരിൽ ഒരു മഹാത്മാവായിരിക്കുമോ അങ്ങ്? ദത്താത്രേയ മഹർഷിയെ പോലെ. ശ്രദ്ധിക്കണം വാക്കുകൾ. എന്നിട്ടോ, അങ്ങ് ആരുടെ പുത്രനാണ്? എവിടെ നിന്നാണ് ആഗമനം? ഇവിടെ വന്നതിൻ്റെ കാരണമെന്ത്? ഞങ്ങളെ അനുഗ്രഹിപ്പാനായി വന്നിരിക്കുകയാണെങ്കിൽ സാക്ഷാൽ ശുദ്ധസത്വപ്രധാനനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ആ കപില ഭഗവാനോ നിന്തിരുവടി. ഇതിനേക്കാൾ വലിയ ഒരു സർട്ടിഫിക്കറ്റ് എന്തിനാ? പറയൂ. ഈ ഒരു ആഖ്യാനത്തെ വായിക്കാനും പഠിക്കാനും പഠിച്ചത് പറയാനും ഒരു നിമിത്തമായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ആഴം, അതിൻ്റെ ഒരു പരപ്പ്, അതിൻ്റെ ഒരു ഗരിമ, അതിൻ്റെ ഒരു ശ്രേഷ്ഠത, എല്ലാറ്റിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട്
എല്ലാറ്റിനെയും അനുമാനിക്കാൻ ഉള്ള ഒരു കഴിവ്. അതാണ് ഭാഗവതം നമ്മൾക്ക് ഓരോരുത്തരും തരുന്നത്. അടുത്ത ശ്ലോകം ശ്രദ്ധിച്ചോളൂ. 18-ാമത്തത്. ന അഹം വിശങ്കേ സുരരാജവജ്ര ന ത്രക്ഷശൂലാനയമസ്യ ദണ്ഡാത് ന അഗ്നിർകസോമാ നിലവിത്തപാസ്ത്ര ശങ്കേ വൃഷം ബ്രഹ്മകുലാവമാനാത്. ഇത് എടുത്താൽ പൊന്നില്ല ഈ ശ്ലോകം. എന്താ പറഞ്ഞത്? ദേവേന്ദ്രൻ്റെ വജ്രായുധത്തിൽ നിന്നും പരമേശ്വരൻ്റെ ശൂലായുധത്തിൽ നിന്നും യമന്റെ ദണ്ഡം എന്ന ആയുധത്തിൽ നിന്നും അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, വായു, കുബേരൻ ഇവരുടെ അസ്ത്രത്തിൽ നിന്നും ഞാൻ ഭയപ്പെടുന്നില്ല. ബ്രാഹ്മണ വംശത്തെ അവമാനിക്കുന്നതിൽ നിന്ന് ഏറ്റവും ഭയപ്പെടുന്നു. ഇത് ആരുടെ മൊഴിയാ? ഇതാണ് രഘുഗണ ചക്രവർത്തിയുടെ മൊഴിയാണത്. രഘുഗണ ചക്രവർത്തി ജഡഭരതനെ അഭിസംബോധന ചെയ്ത് പറയാണ്, എനിക്ക് എന്തില്ല, ഞാൻ ആരോ ആവട്ടെ. അപ്പം ഇദ്ദേഹം പറയാണ്, ഞാൻ ആരോ ആവട്ടെ, അങ്ങയുടെ വാഹനം വഹിച്ചു നടന്നുകൊള്ളാം എന്ന് കരുതി മറുപടി പറയാതിരിക്കരുതേ. ഏത് ഈ ഇത്രയും വലിയ രാജാവ് ഇത്രയൊക്കെ പറഞ്ഞു, എനിക്ക് ആരെ പേടില്ല, പിന്നെ ദേവേന്ദ്രൻ്റെ വജ്രായുധത്തെ പേടില്ല, പരമേശ്വരൻ്റെ ശൂലായുധത്തിനെ പേടില്ല, യമൻ്റെ ദണ്ഡത്തെ എനിക്ക് പേടില്ല, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, വായു, കുബേരൻ ഇവരുടെ അസ്ത്രത്തിനെ എനിക്ക് പേടില്ല. പക്ഷേ ഞാൻ ബ്രാഹ്മണ വംശത്തെ അവമാനിക്കുന്നതിൽ നിന്ന് ഏറ്റവും ഭയപ്പെടുന്നു. ഇത് സാധൂകരിക്കണമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണരെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ ഭാവാർത്ഥം വരുമ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ പല്ലക്ക് ചുമന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ശങ്കിക്കണ്ട, അങ്ങക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. ഇതുവരെ ഞാൻ അക്ഷമനില്ലാത്തവനായിരുന്നു, ഇപ്പം ഞാൻ ക്ഷമയുള്ളവനാണ്. അപ്പം അക്ഷമനാവാതെ ഇരിക്കാനുള്ള കാരണം എന്താ? ഭ്രംശം. ക്ഷമ ഉള്ളവനാവാനുള്ള കാരണം എന്താ? ഭ്രംശമില്ലായ്മ, ഭ്രാന്തിയില്ലായ്മ. മറ്റത് ഭ്രാന്താണ്. ഞാൻ രാജാവാണ്, അങ്ങ് എൻ്റെ ഭൃത്യനാണ്, എൻ്റെ കയ്യിൽ രാജാവ് എന്നുള്ള അംശവടിയുണ്ട്, എനിക്ക് നിങ്ങളെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. സത്യത്തിൽ ആരാണ് നാം? രഘുഗണ ചക്രവർത്തിയും ശാരീരിക നിലയിൽ ആത്മാവിൻ്റെ നിലയിൽ രണ്ടുപേരും ഒന്നല്ലേ? അപ്പോൾ ആ അഹങ്കാരം ഇല്ലാതെ കണ്ടായപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ആരോ ആവട്ടെ, അങ്ങയുടെ വാഹനം വഹിച്ച് നടന്നുകൊള്ളാം എന്ന് കരുതി മറുപടി പറയാതിരിക്കരുതേ. ഞാൻ നന്നേ, അതായത് വളരെ ഭയപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങയുടെ മറുപടി കണ്ട്, അങ്ങയുടെ ഔചിത്യപൂർണമായ മറുപടി കണ്ട് ഒരു തരത്തിലും ഭയ ആശങ്കകളില്ലാതെ നിർവൈരനായിട്ട് എന്നോട് ദേഷ്യപ്പെടാതെ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയമുണ്ട്. അങ്ങനെ എന്നിൽ കരുണയുണ്ടാകണം. ഇതുവരെ ചീത്ത വിളിച്ച ആളോട് പറയാണ്, എന്നിൽ കരുണയുണ്ടാകണം എന്നുള്ള അഭിപ്രായത്തോടുകൂടി രാജാവ് പിന്നെയും പറയുന്നു, ഹേ ഭഗവൻ, ബ്രാഹ്മണ എന്നല്ലപ്പോൾ, ഹേ ഭഗവൻ, ഞാൻ ദേവേന്ദ്രൻ്റെ വജ്രായുധത്തെ പേടിക്കുന്നില്ല, ശ്രീ പരമശിവന്റെ ശൂലായുധത്തിൽ നിന്നും ഭയം എനിക്കില്ല, യമന്റെ ദണ്ഡത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, വായു, കുബേരൻ എന്നിവയുടെ അസ്ത്രങ്ങളിൽ നിന്നും എനിക്ക് ഭയമില്ല. എന്നാൽ ബ്രാഹ്മണ കുലത്തെ അവമാനിക്കുന്നതിൽ നിന്ന് ഭീതനാകുന്നു. ഒരു ശ്ലോകം പോരെ നമ്മളെ ഉയർത്താൻ? ഒരു ശ്ലോകം എങ്ങനെ ആയിരിക്കണം? ജഡഭരതനെ പോലെ ആയിരിക്കണം. ആര് കാക്രിച്ച് തുപ്പിയാലും ശരി നമ്മുടെ മേലെ പകരം ചോദിക്കരുത്. ലെറ്റ് ഇറ്റ് ഗോ ടു ഹെൽ. അത് നമ്മൾ പറയണ്ട. അതാണ് അത് നടന്നോളും. കാരണം എന്താ? എല്ലാവരിലും തഥാതൻ തഥാതൻ എന്ന് പറഞ്ഞ ഋഷി ഇരിക്കുന്നുണ്ട് ഉച്ചിയിൽ. അവരെന്താ ആഗ്രഹിക്കണു അതേ ആവുള്ളൂ. പക്ഷേ ഒരു വൈഷ്ണവ ചിത്തനെ ബഹുമാനിക്കാതെ കണ്ട്, ആദരവില്ലാതെ കണ്ട് പെരുമാറിയാൽ ആ സുദർശനം എന്നുള്ള യന്ത്രം അല്ലെങ്കിൽ ആ ആയുധം മിണ്ടാണ്ടിരിക്കില്ല. വിഷ്ണു സംബന്ധമായ ഗുണഗണങ്ങളോടുകൂടിയിരിക്കുന്ന ഒരാളെ വേറൊരാൾ അപമാനിച്ചാൽ അവമാനിച്ച ആളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ആര്? സുദർശനൻ.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ജീവിതത്തിൽ മറ്റുള്ളവരോട് നമ്മൾ ഇടപെടാൻ. അപ്പോൾ പറയണു, എന്നാൽ ബ്രാഹ്മണ കുലത്തെ അവമാനിക്കുന്നതിൽ നിന്ന് അതിഭീതനാകുന്നു എന്ന് പറഞ്ഞു. ദി അൾട്ടിമേറ്റ് പോയിന്റാണിത്. മനസ്സിലായില്ലേ? വിവരമുള്ളവരെ അപഹസിക്കരുത്. 19ാമത്തെ ശ്ലോകം നോക്കൂ. തത് ബ്രൂഹ്യ സംഗോ ജഡവന്യഗൂഢ വിജ്ഞാനവീര്യോ വിജരസ്യ പാരാം വചാംസി യോഗഘൃതിദാനി സാധോ ന ക്ഷമന്തേ മനസ്സാഭിഭേത്തും. അതുകൊണ്ട് പറഞ്ഞാലും ഒന്നിലും ചേർച്ചയില്ലാത്തവനും അങ്ങക്ക് ഒന്നിലും ചേർച്ചയില്ല. കാരണം എന്താ? അങ്ങ് ബ്രഹ്മാണ്. താമര ഇലയിൽ വീണ ജലത്തിനെ പോലെയാണ്. അങ്ങ് ഒന്നിനും സ്വീകരിക്കണില്ല. ജലം ആരേനെ സ്വീകരിക്കുന്നത്? ജലാശയത്തെ. അത് അതിൻ്റെ സ്വഭാവമാണ്. അത് അന്തരീക്ഷത്തിൽ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പറയണു, മറയ്ക്കപ്പെട്ടിരിക്കുന്ന അനുഭവജ്ഞാന ശക്തിയോടുകൂടിയവനും. ഇതാണ് അനുഭവജ്ഞാനം. അതിന് ജീവിതം തന്നെ വേണം. ജീവിക്കണം. ഒരു പുരുഷായുസ് ജീവിച്ചതിൻ്റെ ശേഷമാണ്. ഞാൻ ശിഷ്യപ്പെടുന്നത് തന്നെ 47ാമത്തെ വയസ്സിലാണ്. ഭാഗവതം മൂലം ഒരു കൊല്ലമായിട്ടുള്ളൂ ഞാൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം എന്താ? ഇതിലത്തെ ഭാഷാ സൗകുമാര്യം, ഇതിൻ്റെ ആഴം, ഇതിൻ്റെ പരപ്പ്. അപശകുനങ്ങൾ നമ്മൾക്ക് ഉണ്ടാവരുത്. എല്ലാം നല്ല ശകുനങ്ങളായിരിക്കണം. അതിന് ഭഗവാൻ എന്നെ ഒരുപാട് എന്ത് ചെയ്യിപ്പിച്ചു? സ്പൈഡർ വർക്ക് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഒരാളെ കൊണ്ട് ഷഡിപ്പിക്കണു ഭാഗവതം മൂലം പറയണം എന്നുള്ളത്. ഇതിനൊക്കെ കാരണം എന്താ? എനിക്ക് ജന്മം തന്ന അച്ഛനമ്മോടുള്ളൊരു കടപ്പാട്. പിന്നെയോ എന്നെ ഞാനാക്കി തീർക്കാൻ എവിടെയോ ഇരുന്നിരുന്ന ചെറുശ്ശേരിൽ കരുണാകരൻ പിള്ള സാറ് ബോംബെയിലെത്താനും കണ്ടുമുട്ടാനും അത് വലിയൊരു പ്രസ്ഥാനത്തിന് തീ കൊളുത്തി പോവാനും സാധിച്ചു അദ്ദേഹത്തിന്. അപ്പം ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ആരുക? അദ്ദേഹത്തിനാണ്. അദ്ദേഹം ആരാ? ഭഗവാനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭഗവാനാണ്. അതറിഞ്ഞുകൊണ്ടാണ് വ്യവഹാരം. അതുകൊണ്ടാണ് പറഞ്ഞത്, കര കാണാൻ കഴിയാത്തവനുമായിട്ട്. ആർക്ക്? ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ രഘുകുല ചക്രവർത്തി പറഞ്ഞു, എനിക്ക് കര കാണാൻ കഴിയാത്തവനുമായിട്ട് ജഡനെന്ന പോലെ സഞ്ചരിക്കുന്നു. ഹേ സാധുവായുള്ളവേ, യോഗത്താൽ നിബന്ധിക്കപ്പെട്ടിരിക്കുന്ന വാക്കുകളെ മനസ്സുകൊണ്ടുകൂടി ഭേദിപ്പാനായിക്കൊണ്ട് ഞങ്ങൾ ശക്തന്മാരല്ല. അങ്ങയുടെ വാക്കുകളെ നിരാകരിക്കാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല. അൾട്ടിമേറ്റ് ബ്രഹ്മവാക്കുകളാണത്, ബ്രഹ്മോപദേശമാണത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ഹേ സാധോ, ഞാൻ അതിഭീതനായിരിക്കുന്നതിനാൽ അങ്ങ് ആരാണെന്നുള്ള എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറവാൻ കരുണയുണ്ടാകണം. പരമാത്മ സാക്ഷാത്കാരം നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന പ്രഭാവത്തെ പ്രകാശിപ്പിക്കാതെ. അതാണ് ഞാൻ കേമനാണെന്ന് ഒരിക്കലും ജഡഭരതൻ പറഞ്ഞിട്ടില്ല. അപാര മഹിമയോടുകൂടിയ നിന്തിരുവടി ജഡനെ പോലെ സഞ്ചരിക്കുന്നു. അതാണ് സാധിക്കേണ്ടത്. എല്ലാ ആദരവുകേടിൽ നിന്നും ഭിന്നമായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള ഒരു പദവിയിലേക്ക് എത്തണം നമ്മൾ. ആരോ എന്തോ പറഞ്ഞോട്ടെ, നാം ആരാണെന്ന് ഭഗവാൻ അറിഞ്ഞാൽ മതി. ഭഗവാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ സ്വയം അനുഭവിക്കാതെ കണ്ടിരിക്കില്ല. അത് അനുഭവിക്കുന്നുണ്ട്. ഒരാഗ്രഹവും എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തിത്തരുന്നു. പരിമിതമായ ആഗ്രഹങ്ങൾ, അതിൽ അഹങ്കാരവും. അതുകൊണ്ടാണ് പറഞ്ഞത്, യോഗസാരത്തെ ഉള്ളിലടക്കിയിരിക്കുന്ന അങ്ങയുടെ വാക്കുകൾ, യോഗസാരത്തെ ഉള്ളിലടക്കിയിരിക്കുന്ന അങ്ങയുടെ വാക്കുകൾ. ഇപ്പം എന്താ, ഒരു നാരായണീയം വായിക്കാൻ പഠിച്ചു, അതിൻ്റെ അർത്ഥതലങ്ങൾ ഒന്നും അറിയാത്തവരെ പറഞ്ഞ് ബോധിപ്പിക്കലല്ല ഉദ്ദേശം. അറിവുള്ളവരെ ബോധിപ്പിക്കൂ. അറിവുള്ളവരെ നാരായണീയല്ല പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത്, ഭാഗവതം പറഞ്ഞ് ബോധിപ്പിക്കൂ. കാരണം എന്താ, ഒന്ന് ഒരു ചായക്കപ്പിലത്തെ ഊതിയാലുണ്ടാവുന്ന അലകളാണ്.
മറ്റതല്ല, അത് മഹാസാഗരം, ഹിന്ദു മഹാസാഗരാണത്. സനാതനധർമ്മത്തിൻ്റെ മുതൽക്കൂട്ടാണത്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗ്രഹാഭിലാഷങ്ങൾ പൂവണിയിലല്ല, ആഗ്രഹാഭിലാഷങ്ങൾ ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കലാണ്. ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാവണം. ഉള്ളതിൽ സംതൃപ്തി ഇല്ലാതെ കണ്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ തൊട്ട് ഒരു യൂട്യൂബ് ഇത് കണ്ടു. വടക്കിൽ നിന്ന്, മുത്തപ്പൻ്റെ നാട്ടിൽ നിന്ന് ഒരു 100-150 ആൾ സ്റ്റേജിൽ, ഒരു 200 ആൾ അല്ല, ഒരു 125 ആൾ താഴത്തും. നാരായണീയം. നാരായണീയത്തിൻ്റെ പ്രസക്തി എന്താ? അവരെ തൻ്റെ ഗുരുജനത്തിൻ്റെ, തൻ്റെ ഗുരുവിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കാനുള്ള പ്രാവീണ്യം നേടി ഈശ്വരോപാസന മഹത്വം എന്താണെന്ന് ഗുരുനാഥനും സമൂഹത്തിനും കാട്ടിക്കൊടുത്തൊരു ഒരാളാണ് നാരായണ ഭട്ടതിരി. അദ്ദേഹത്തിൻ്റെ വാഗ്വൈഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംസ്കൃത പാണ്ഡിത്യം ഒരു ബിഗ് സല്യൂട്ട്. പക്ഷേ അത് പഠിക്കുന്നവരാരാ? മലയാളം അറിയുന്നവരാണോ? ആശയം മനസ്സിലാക്കിയിട്ടാണോ വായിക്കുന്നത്? അല്ല. അതാണ് പറയേണ്ടത്. അല്ലാന്ന് തീർത്ത് പറയാം. കൂട്ടി വായിക്കാനായ ടീച്ചർമാരായി. അത് അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം എന്താ? ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, വിവേകപൂർവം മനസ്സുകൊണ്ട് വിചാരിപ്പാൻ പോലും ഞങ്ങൾ യോഗ്യരല്ല. അനുമാനിക്കാൻ ഞങ്ങൾക്ക്, അങ്ങ് പറഞ്ഞ ഉപദേശങ്ങളുടെ അർത്ഥം അനുമാനിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല. പിന്നെ ആ വാക്കുകളുടെ ശരിയായ അർത്ഥം ധരിപ്പാൻ സാധിക്കുകയില്ലെന്ന് പറയണമെന്നില്ലല്ലോ. ഇതാണ് പറഞ്ഞത്. എന്നിട്ട് 20ാമത്തെ ശ്ലോകം പറയണു, അഹം ച യോഗേശ്വരമാത്മതത്വ വിദാം മുനീനാം പരമം ഗുരും വൈ പ്രഷ്ടും പ്രവൃത്ത കിം ഇഹം ആരണം കിഹാരണം തൽ സാക്ഷാത് ധരീം ജ്ഞാനകലാവതീർണാം. ആത്മസ്വരൂപം അറിയുന്ന മുനികളുടെ പരമോപദേഷ്ടാവും, ആത്മസ്വരൂപം അറിയുന്ന മുനികളുടെ, സാധാരണക്കാരനല്ല, പരമോപദേഷ്ടാവും ജ്ഞാനാംശത്തോടുകൂടി അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ വിഷ്ണുവാകുന്ന യോഗേശ്വരനോട് ഈ സംസാരത്തിൽ ശരണമെന്താണ് എന്ന് ചോദിപ്പാനായിക്കൊണ്ട് ഞാനും പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്കാണ് പുറപ്പെട്ടുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അത്ര ദൂരം സഞ്ചരിക്കണ്ട. എൻ്റെ സംശയങ്ങൾ ഇവിടെ തന്നെ തീർന്ന മട്ടാണ്. ഇതാണ് പറയണത്. ഭഗവാൻ ഭക്തന്മാരോട് കരുണയുള്ളവനാണ്. രഘുഗണ ചക്രവർത്തിയെ രാജ്യത്തിൽ നിന്ന് വിദൂരത്തിലുള്ള തൻ്റെ ഗുരുനാഥനെ കണ്ട് സംശയ നിവാരണം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പോണ്ട. തൻ്റെ സംശയം നിരാകരിക്കാൻ പറ്റിയ ഒരാളെ തൻ്റെ മുമ്പിൽ കൊണ്ട് ഞാൻ നിർത്താം. ഇതാണ് ജഡഭരതൻ്റെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജഡഭരതനും ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കണേക്കാൾ ഒരു രാജാവിനെ, ഒരു ചക്രവർത്തി സ്ഥാനീയനായ ഒരാളെ പറഞ്ഞ് ബോധിപ്പിച്ചാൽ ആ രാജ്യത്തിലുള്ളവർക്കൊക്കെ രാജാവിൻ്റെ അനുശാസനം കൊണ്ട് ഭാഗവതം മനസ്സിലാവും. അപ്പം ഇതെല്ലാം ആരാ ചരട് വലിക്കണത്? സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി, പരിപാലനകർത്താവായ ശ്രീഹരി തന്നെയാണ് എല്ലാറ്റിനും കാരണം. എല്ലാ കാരണവും കാര്യവും ഭഗവാനാണ്. അപ്പോൾ പറഞ്ഞു, താനും ജ്ഞാനാർത്ഥിയാണെന്നുള്ള പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. താനും ജ്ഞാനാർത്ഥി, ജ്ഞാനത്തെ അർത്ഥമായി കരുതി അതിനെ പ്രാപിക്കുക. അതായിരിക്കണം നമ്മുടെ അന്തിമ ലക്ഷ്യം. അപ്പോൾ രഘുഗണ ചക്രവർത്തി ലക്ഷ്യമുള്ളവനാണ്. അല്ലാണ്ട് ഐശ്വര്യം നിറവേറ്റാനുള്ള ഹോമം വല്ലതും ഉണ്ടോ കയ്യിൽ എന്ന് ചോദിച്ചിട്ടല്ല പോകുന്നത്. ജ്ഞാനാർത്ഥിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ദേഷ്യം പിടിച്ചത്. തൻ്റെ ഗുരുനാഥനെ കാണാൻ വൈമനസ്യം ഉണ്ടാവരുത്. അപ്പോൾ ഹേ ഭഗവൻ, ആത്മതത്വത്തെ അറിയുന്ന മുനിമാരുടെയും പരമഗുരുവും ജ്ഞാനശക്തിയോടുകൂടി അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയുമായിരിക്കുന്ന യോഗേശ്വരനോട്
സാക്ഷാൽ കപിലമുനിയോട് ഈ സംസാരത്തിൽ നിന്ന് കരയണുവാൻ ആരെയാണ് ആശ്രയിക്കേണ്ടതെന്ന് ചോദിച്ചറിവാനായി പോകുന്നവനാകുന്നു ഞാനെന്ന നിന്തിരുവടിയോട് ബോധിപ്പിച്ചു കൊള്ളുന്നു. ഇപ്പം നമ്മൾ ഇദ്ദേഹത്തിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. അതിനെ പറ്റിയിട്ട് കപില മഹർഷിയെ പറ്റിയിട്ട്. അപ്പോൾ അടുത്ത ശ്ലോകം 21. സവൈഭവാം ലോകനിരീക്ഷണാർത്ഥം അവ്യക്തലിംഗോ വിചരത്യഭിസ്യുത് യോഗേശ്വരാണാം ഗതിം അന്ധബുദ്ധി കഥം വിചക്ഷീത ഗൃഹാനുബന്ധ. അതായത് ലോകസ്വഭാവത്തെ കാണാനായിക്കൊണ്ട് അസ്പഷ്ടമായ ലക്ഷണത്തോടു കൂടിയവനായിട്ട് ആ ഭഗവാൻ തന്നെ വിചരിക്കുന്നുവോ? കപില മഹർഷി തന്നെയാണോ വേഷം മാറിയിട്ട് നടക്കുന്നത്? എനിക്കതാ തോന്നണതെന്നാ രഘുഗണ ചക്രവർത്തി പറഞ്ഞത്. ഗൃഹത്തിൽ അഭിനിവേശത്തോടു കൂടിയ അറിവില്ലാത്തവൻ യോഗേശ്വരന്മാരുടെ സ്വഭാവത്തെ എങ്ങനെ അറിയും? ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് യോഗികളെ കണ്ടാൽ എങ്ങനെ അറിയും? ഇപ്പം അറിയാനൊന്നുമില്ല. എല്ലാ ഗൃഹസ്ഥന്മാരും യൂണിഫോം, നല്ല വേഷ്ടി, നല്ല മുണ്ട്, കരമുണ്ട്, നല്ല ജാക്കറ്റ് ഒക്കെ യൂണിഫോമൊക്കെ ആയിട്ട് എല്ലാം ഗുരുക്കന്മാരാണ്. സർവത്ര നാരായണീയ ഗുരുക്കന്മാരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകസമ്പ്രദായത്തെ നേരിട്ട് തന്നെ കാണാനായി സ്വപ്രഭാവത്തെ പ്രകാശിപ്പിക്കാതെ സഞ്ചരിക്കുന്ന ഭവാൻ ആ കപിലമുനി തന്നെയോ എന്ന് ഞാൻ സംശയിക്കുന്നു. യോഗസിദ്ധിയെ പ്രാപിച്ചിരിക്കുന്ന മഹാത്മാക്കളുടെ പ്രഭാവത്തെ ലൗകിക കാര്യത്തിൽ പരിഭ്രമിച്ച് അലയുന്ന മന്ദബുദ്ധികളായ എന്നെ പോലെയുള്ളവർ സ്വതേ അറിവാൻ കഴിവുള്ളവരല്ലാത്തതിനാൽ അങ്ങ് ആരാണെന്ന് അരുളി ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ എത്ര ഡൗൺ ടു എർത്ത് സിംപ്ലിസിറ്റിയിലാണ് ഈ രഘുഗണ ചക്രവർത്തി ജഡഭരതനോട് സംസാരിക്കണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു 4-5 ശ്ലോകം കൊണ്ട് ഈ പ്രകൃതത്തിൻ്റെ എക്സിസ്റ്റൻസ്, ഈ പ്രകൃതിയുടെ എക്സിസ്റ്റൻസ് എന്ത്, ഈ പ്രകൃതിയുടെ നിയാമകനും നിയന്താവുമായിരിക്കുന്ന ആത്മചൈതന്യത്തിന് അരുതാത്തതെന്ത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാക്കിയിട്ടാണ് രഘുഗണ ചക്രവർത്തി സംസാരിക്കണത്. ദൃഷ്ടശ്രമകർമ്മത ആത്മനോ വൈ ഭർത്തുർഗന്ധുർഭവതശ്ചാലുമന്യേ യഥാ സദോദാനയനാദ്യഭാവാത് സമൂലയിഷ്ടോ വ്യവഹാരമാർഗഃ. അതായത് എനിക്ക് കർമ്മത്താൽ ക്ഷീണം കാണപ്പെട്ടതാകുന്നു. വഹിക്കുന്നവനും സഞ്ചരിക്കുന്നവനുമായ ഭവാനും അനുമാനിക്കുന്നേൻ ഇല്ലാതിരിക്കുന്ന ഒരു പദാർത്ഥത്താൽ ജലം കൊണ്ടുവരിക എന്നിത്യാദി പ്രവൃത്തിയുടെ അഭാവം നിമിത്തം ലോകയാത്രാ സമ്പ്രദായം മൂലത്തോടു കൂടിയത് എന്ന സംഗതി സമ്മതം തന്നെ. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഭാവാർത്ഥത്തിനെ നമുക്ക് പിടിക്കാം. അങ്ങ് ആരാണെന്ന് പറയണമെന്നാവശ്യപ്പെട്ടതിൽ പിന്നെ അദ്ദേഹം പറഞ്ഞ മറുപടിയെക്കുറിച്ചുള്ള ആക്ഷേപത്തെയും അറിയിക്കുന്നു. എനിക്ക് ശ്രമമില്ല, ഇത് പല്ലൊക്കെ എടുക്കാൻ എനിക്ക് ശ്രമമില്ല, പക്ഷെ എനിക്കൊരു നീതിയുണ്ട്, അതേപോലെ ഞാൻ എടുക്കൂ. ആ ശ്രമമില്ല എന്ന് പറയുന്നതാണ് അവിടുത്തെ പോസിറ്റീവ് സൈഡ്. എന്നെ എന്നു പറഞ്ഞതിനെ ആക്ഷേപിക്കുന്നു. കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എനിക്ക് ക്ഷീണമുണ്ടാകാറുള്ള അനുഭവമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കർമ്മം ചെയ്യലല്ല എൻ്റെ ഉദ്ദേശം. പ്രശ്നമുണ്ടോ? അങ്ങ് ഇപ്പോൾ ഭാരം ചുമന്ന് നടക്കുന്നവനാകയാൽ അങ്ങയ്ക്കും ക്ഷീണമുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു. അനുമാനം ഇപ്രകാരം: ഭാരം വഹിക്കുന്നതിനാൽ ഭവാൻ ക്ഷീണമുള്ളവൻ. യാതൊരുവൻ കർമ്മം ചെയ്യുന്നുവോ അവന് ക്ഷീണം ബാധിക്കും. യുദ്ധാദി കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം ഞാൻ ക്ഷീണിക്കാറുള്ളത് പോലെ.
അതായത് രഘുകുല ചക്രവർത്തി യുദ്ധത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്, യുദ്ധത്തിലൊക്കെ ജയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ക്ഷീണം തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങേ പറയണോ ഞാൻ ഭാരം എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്ഷീണമില്ല. കാരണം എന്താ? അത് ഞാൻ ദൈവിക പ്രീതിയായിട്ട് കണക്കാക്കണമെന്ന്, ഈശ്വരനുള്ള ഒരു പൂജയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എങ്ങനെ ഞാൻ ക്ഷീണിക്കുക? വളരെ വ്യത്യാസമുണ്ട് ഈ രണ്ടാൾക്കാരുടെയും മാനസികാവസ്ഥയ്ക്ക്. വ്യവഹാരം മാത്രമല്ലാതെ വേറെ കാരണമൊന്നുമില്ലെന്ന് പറഞ്ഞതിലും ആക്ഷേപം കാണിക്കുന്നു. ലോക വ്യവഹാരം സത്യമല്ലെന്ന് പറവാൻ ന്യായമില്ല. ഇപ്പോൾ കാണുന്ന നിലയിൽ പദാർത്ഥങ്ങളും വ്യാപാരങ്ങളും ഉള്ളതിനാൽ ആസ്പദമില്ലാത്തതാണ് വ്യവഹാരം എന്ന് സ്ഥാപിക്കാൻ തരമില്ല. ഇതിൻ്റെ സാരം ഒന്നുകൂടി വിവരിക്കാം. പ്രപഞ്ചം മിഥ്യയല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ആരെ? രഘുകുല ചക്രവർത്തി. പ്രപഞ്ചം മിഥ്യയാണ് എന്നാണ് ജഡഭരതൻ പറയുന്നത്. അപ്പോൾ പറയണു സത്യമാകുന്നു. എന്തുകൊണ്ടെന്നാൽ പദാർത്ഥങ്ങളും പ്രവൃത്തികളും കാണപ്പെടുന്നുണ്ട്. ഏതൊന്ന് അസത്യമോ ആ പദാർത്ഥത്താൽ യാതൊരു പ്രവൃത്തിയും നടത്തപ്പെടാവുന്നതല്ല. ഘടാതി പദാർത്ഥങ്ങളില്ലെങ്കിൽ വെള്ളം കൊണ്ടുവരിക മുതലായ സംഗതികൾ ചെയ്യപ്പെടുകയില്ലല്ലോ. അതിനാൽ പദാർത്ഥങ്ങളും ക്രിയകളും ഉള്ളതിനാൽ പ്രപഞ്ചം സത്യം തന്നെ എന്നാണ് രഘുകുല ചക്രവർത്തി പറഞ്ഞത്. ഇനി 23ാമത്തെ ശ്ലോകം എന്താ പറയണത് നോക്കാം. സ്ഥാല്യാഗ്നിതാപാൽ പയസോ അഭിതാപസ്തത്താപ താപതസ്തണ്ഡുലഗർഭരന്ധി ദേഹേന്ദ്രിയാസ്വാശയ സന്നികർഷാ തത് സംസൃതി പുരുഷസ്യാനുരോധാത്. എന്താ വാക്കർത്ഥം നോക്കാം. പാത്രം അഗ്നിയിൽ തപിച്ചതുകൊണ്ട്, അതായത് ഒരു ചോറ് വയ്ക്കുകയാണെങ്കിൽ അരി നേരിട്ട് വേവുണ്ടോ? ഇല്ല. അരി ഇട്ടേണ്ടത് ഏതിലാ? വെള്ളത്തിൽ. വെള്ളം ഏതിലാ? പാത്രത്തിൽ. പാത്രത്തിൻ്റെ മൂട്ടിലാണ് എന്ത്? അഗ്നി. അപ്പോൾ അഗ്നി ആരെ ചൂടാക്കണത്? പാത്രത്തിനെ. പാത്രം ആരെ ചൂടാക്കണത്? ജലത്തിനെ. ആ ജലം തിളയ്ക്കുമ്പോൾ അരി വേവണം അല്ലേ? അതല്ലേ സത്യം? ഇവിടെ ആത്മാവ് ഒന്ന് ശരീരത്തിലുള്ളത് കൊണ്ട് ശരീരത്തിലെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്? ചൂടനുഭവിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഇതൊരു ഡയറക്റ്റ് അപ്ലിക്കേഷൻ അല്ലേ? അതെ. മറ്റതോ ഡയറക്റ്റ് അപ്ലിക്കേഷൻ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പാത്രം അഗ്നിയാൽ തപിച്ചത് കൊണ്ട് പാലിന് ചൂടുണ്ടാകുന്നു. അതിൻ്റെ താപത്താൽ അരിമണികൾക്ക് വേവ് തട്ടുന്നു. ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ് ഇവയുടെ സാന്നിധ്യം നിമിത്തം, സംബന്ധം നിമിത്തമുണ്ടാകുന്ന ആ വികാരം ആത്മാവിനുമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. സ്ഥൂലത്വം, കാർഷ്യം മുതലായ, അതായത് തടിച്ചത്, തടിയില്ലാത്തത് മുതലായ ധർമ്മങ്ങൾ ശരീരത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല. അതാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും, ചെറുതും വലുതുമായിക്കോട്ടെ, അവർക്കൊക്കെ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ഈ പ്രമാണം ഗുരുനാഥനിൽ നിന്ന് കിട്ടാണ്ട ഭാഗവതം നമ്മളെങ്ങനെ പഠിക്കുക? അപ്പം ഞാനും എൻ്റെ കുറച്ച് ആൾക്കാരും IIT ബോംബെയിൽ വെച്ച് ഈ ചെറുശ്ശേരിയിൽ ആ കരുണാകരൻ പിള്ള സാറിനെ കണ്ടുമുട്ടാൻ സാധിച്ചത് കൊണ്ട് ഞങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഭാഗവതത്തിലുള്ള കഥകളെല്ലാവരും പറയുന്നുണ്ട്. ആ കഥയുടെ തുടക്കം, ആ കഥയുടെ അവസാനം ആർക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ? ഈ ബേസിക് എലിമെൻറ്റ്സ് ഇല്ല, കയ്യിലില്ല. ഭഗവൻ ഭൂതഭാവേശാന ജാനേഹിതമാത്മനത്വമേവ സഞ്ജിന്ത വിബോഹിതം മേകത്വമർഹസി. ഒരാളും പറഞ്ഞു കേട്ടില്ല ഞാൻ. കാരണം എന്താ? ബേസിക് ഇല്ല. അപ്പോൾ പറയണു ശരീരത്തിൽ മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല എന്ന് പറഞ്ഞതും ആക്ഷേപാർഹമാകുന്നു. ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ് എന്നിവയോട് ചേർന്നിരിക്കുന്നതിനാൽ ആത്മാവിനും ശ്രമാദി വികാരങ്ങൾ സംബന്ധപര അന്യായത്താൽ ഉണ്ടാവാൻ അവകാശമുണ്ടല്ലോ എന്നാണ്
രഘുകുല ചക്രവർത്തി പറഞ്ഞത് അതല്ല ശരിയെന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. ഏതുപോലെ എന്നാൽ അഗ്നിസംബന്ധം നിമിത്തം പാത്രത്തിന് ചൂടുണ്ടാകുന്നു, ആ ചൂട് കൊണ്ട് പാലിനും പാലിൻ്റെ ചൂട് നിമിത്തം അതിൽ കിടക്കുന്ന ധാന്യം അരിമണികൾക്ക് അല്ലെങ്കിൽ ഗോതമ്പിനെ ചൂട് തട്ടുകയും അത് നിമിത്തം ധാന്യം വെന്തു പാകം വരികയും ചെയ്യുന്നത് പോലെ ദേഹേന്ദ്രിയാദി സംബന്ധത്താൽ ആത്മാവിനും ദേഹധർമ്മങ്ങൾ ബാധിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നാണ് സംശയം ഉണ്ടായത്. ആ സംശയം നമ്മൾക്ക് അടുത്ത ഏതാനും എപ്പിസോഡുകളിൽ മാറ്റാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം നമ്മൾക്ക് ബൈ ബൈ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സ്യൂനോഭവന്തു ആയിരിക്കട്ടെ എന്നുമായിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.